നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഏതാണ്ട് 9 കമ്പനികളിലെ ഫ്രഷേഴ്സിന് കൂടുതൽ അവസരങ്ങളുള്ള റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിനകത്ത് ഇൻഫോ പാർക്കിലെ ഒരു കമ്പനിയിലേക്ക് ഫൈനാൻസ് മേഖലയിൽ നിന്നുള്ളവർക്ക്, അതായത് MCOM MBA ഫിനാൻസ് പോലുള്ള മേഖലയിൽ നിന്നുള്ളവർക്ക് 20 പേരെ ഹയർ ചെയ്യുന്ന ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റ് 2 ഇൻഫോപാർ കമ്പനികളിലെ അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നായ ടെക് മഹീന്ദ്രയിലേക്ക് ഫ്രഷർ ഹയറിംഗ് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ 4 ബാങ്കുകളിലെ ഫ്രഷേഴ്സുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മലയാള മനോരമ ഗ്രൂപ്പിലെ വിവിധ തസ്തികകളിലേക്കുള്ള ഹയറിങ്ങിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂടുതൽ ഫ്രഷേഴ്സിനുള്ള അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. പലതും വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. അപേക്ഷ കാത്തിരിക്കാതെ ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പഠിച്ച് ഒരു ജോലിയിലേക്ക്, പ്രത്യേകിച്ച് IT മേഖലയിലെ ജോലിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. കീഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഒരു ട്രെയിനിങ് പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 2 വീക്സ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. 2 വീക്സ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോയാൽ മതിയാകും. ഈ 2 വീക്സിന്റെ ഡെമോ ക്ലാസ്സുകൾ സൗജന്യമായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫീസ് പേ ചെയ്ത് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത ഇവർ സൂചിപ്പിക്കുന്നത് ലൈവ് പ്രോജക്ട്സും ലൈവ് ഇന്റേൺഷിപ്പിനും ഒക്കെ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പം ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ഡെവോപ്സ്, AWS, അഷ്യൂർ, അതേപോലെ ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഈ മേഖലയിലൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അതിൽ ഇനി നിങ്ങൾക്ക് ഈ ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവർ ഓൺലൈനിലൂടെ ഈ ക്ലാസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകും. അപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ഈ അവസരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ആദ്യത്തെ അവസരം ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ അവസരം കൊരട്ടി ഇൻഫോ പാർക്ക്. ഓർക്കുക, ഇൻഫോ പാർക്ക് കൊച്ചിയിൽ, കാക്കനാട് മാത്രവുമല്ല, ചേർത്തലയിലും തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള ഒരു പ്രമുഖ കമ്പനിയാണ് ജോബിൻ ആൻഡ് ജിസ്മി എന്നുള്ളത്. ഇവര് ഏതാണ്ട് 20 ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനെ ഹയർ ചെയ്യുന്നുണ്ട്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും? നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. MBA ഫിനാൻസ്, MCOM അല്ലെ CA ഇന്ററോ CMA ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് അപേക്ഷ കാത്തിരിക്കേണ്ട വോക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ട്. വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 14 തീയതി ഡിസംബർ 2024 9 മണിക്ക് ഈ കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള ഇന്ദീവരം ത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ജോബിൻ ആൻഡ് ജിസ്മിയുടെ ഓഫീസിലേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. അടുത്ത അവസരം 2 ബാങ്കുകളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഒന്ന് ഫെഡറൽ ബാങ്കിന്റെ 100% സബ്സിഡറി ആയിരിക്കുന്ന ഫെഡ്സർവില് കൊച്ചി ഇൻഫോ പാർക്കിലെ കാർണിവൽ ഇൻഫോ പാർക്കിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫോൺ ബാങ്കിങ് ഓഫീസർ എന്ന തസ്തികയിലാണ് അവസരങ്ങളുള്ളത്. അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട് നല്ല ലാംഗ്വേജ് പ്രൊഫഷൻസി, അത് മലയാളം, ഇംഗ്ലീഷ് വേണമെന്നില്ല, മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കാവുന്ന, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു ഡിഗ്രിക്കാർക്കൊക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഫെഡറൽ ബാങ്കിന്റെ ക്ലയൻസിനെ ഫോണിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു ജോലിയുടെ ഒരു റോള്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവരെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 14 തീയതി ഈ കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിലെ കാർണിവൽ ഇൻഫോ പാർക്ക് ഫേസ് 1 10 മണിക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതേപോലെ തന്നെ HDFC ബാങ്കിലെ വെർച്വൽ കെയറിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഏജ് 32 വയസ്സിൽ താഴെ ആയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് സമാന മേഖലയിലുള്ളവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ശമ്പളം ഇവർ സൂചിപ്പിക്കുന്നത് 2 to 2.8 lakh per annum എന്നുള്ളതാണ്. എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്ത് അത് മാറാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസർ കസ്റ്റമർ കെയർ എന്ന തസ്തികയിലേക്കാണ് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. വോക്ക് ഇന്നിന്റെ ഡേറ്റ് ഇവരെ സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കുന്നില്ല. ഇവരെ കോൺടാക്ട് ചെയ്ത് ഡേറ്റ് മനസ്സിലാക്കി വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ 2 ബാങ്കുകൾ, ഒന്ന് ഫെഡറൽ ബാങ്കിന്റെ സബ്സിഡറിയായ
ഫെഡ്സർവിലും മറ്റൊന്ന് HDFCയിലും ലഭ്യമായിരിക്കുന്ന 2 അവസരങ്ങളാണ് സൂചിപ്പിച്ചത്. ഇനിയും 2 ബാങ്കിലെ അവസരങ്ങളുണ്ട്, അത് പിന്നാലെ സൂചിപ്പിക്കാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ച പോലെ അപേക്ഷത്തിന് ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ. jobsbridge.com നമ്മുടെ സൈറ്റിലും കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. ഇത് ടെക് മഹീന്ദ്രയിലാണ്. ടെക് മഹീന്ദ്ര ഒരുപക്ഷെ നാം അറിയുന്നത് പോലെ ഇന്ത്യയിൽ ടോപ്പ് 5 IT കമ്പനികളിൽ ഒന്നാണ് മഹീന്ദ്ര ഗ്രൂപ്പ് ടെക് മഹീന്ദ്ര. ഈ ടെക് മഹീന്ദ്രയും L&T എഡ്യൂടെക്കും കൂടി സംയുക്തമായിട്ട് ഒരു ഫ്രഷർ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്രെയിൻ ആൻഡ് ഹയർ പ്രോഗ്രാം. അതായത് ആദ്യം നിങ്ങളെ ഇവരെ ഒരു സെലക്ഷൻ നടത്തി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 5 വീക്സിന്റെ ട്രെയിനിങ് തരും. അത് സൗജന്യമാണ്. എന്നിട്ടായിരിക്കും ഹയർ ചെയ്യുക. അതെങ്ങനെയായിരിക്കും എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടെക് മഹീന്ദ്രയിൽ അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന അവസ്ഥയിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ആർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക? BE-BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, ഈ 4 ബ്രാഞ്ച് കഴിഞ്ഞവർക്കാണ് അവസരങ്ങളുള്ളത്. കൂടാതെ MSc കമ്പ്യൂട്ടർ സയൻസുകാർക്കും MCAക്കാർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 70% മാർക്സ് 10th ഓൺവേർഡ്സ് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവരെ പറയുന്നത് 2023-ലും 2024-ലും പാസ് ഔട്ട് ആയിട്ടുള്ള ഈ BE-BTech, MCA, MSCക്കാർക്കാണ് അവസരം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് 500 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നുള്ള കാര്യം ഞാനത് എടുത്തു പറയാനായിട്ട് കാര്യം, ഇവിടെ സൂചിപ്പിക്കുന്ന മിക്കവാറും എല്ലാ റിക്രൂട്ട്മെന്റുകളും സൗജന്യമാണ്. ആരെങ്കിലും അതിൻ്റെ പേരിലൊക്കെ പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവ്വം വേണം നിങ്ങൾ അതിനെ ഡീൽ ചെയ്യുവാൻ. എന്നാൽ ഈ ഒരു റിക്രൂട്ട്മെന്റിന് 500 രൂപ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് നൽകണം എന്ന് ഈ L&T എഡ്യൂടെക് സൂചിപ്പിക്കുന്നുണ്ട്. L&T എഡ്യൂടെക് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് തട്ടിപ്പൊന്നും നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ 500 രൂപ കൊടുത്ത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു ഓൺലൈൻ ടെസ്റ്റാണ്. അത് ക്ലിയർ ചെയ്താൽ പിന്നീട് 2 ലെവൽ ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. ടെക്നിക്കലുണ്ട്, HR ഇന്റർവ്യൂ ഉണ്ട്. അത് രണ്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ തരും. അതായത് ഇവരെ സൂചിപ്പിക്കുന്ന ക്വാളിഫിക്കേഷൻ, ഇവരെ സൂചിപ്പിക്കുന്ന കോഴ്സ് വിജയകരമായി നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങളെ ജോലിക്ക് എടുക്കാം എന്നുള്ള കണ്ടീഷണൽ ഓഫർ ലെറ്റർ തരും. അത് കഴിഞ്ഞിട്ട് 5 വീക്സിന്റെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് നടക്കുന്നത് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലാണ്. ഈ 5 വീക്സിന്റെ ട്രെയിനിങ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് തീർന്നു കഴിയുമ്പോൾ നിങ്ങളെ ടെക് മഹീന്ദ്രയിലെ ജോലിയിലേക്ക് ഹയർ ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ടെക് മഹീന്ദ്രയിലെ ജോലിയിലേക്ക് എത്തുവാനുള്ള ഒരു നല്ല അവസരമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് മലയാള മനോരമ ഗ്രൂപ്പിന്റെ കീഴിലുള്ള മനോരമ ഓൺലൈനിലേക്കുള്ള ചില ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. 2 മേഖലകളിലേക്ക് മനോരമ ഓൺലൈൻ ഹയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ടെക്നിക്കൽ IT മേഖലയിലേക്കാണ്. IT മേഖലയിലേക്ക് ഫ്രഷർ, BE-BTech, MCAക്കാരെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് BE-BTech, MCAക്കാർക്ക് അവസരമുണ്ട്. പ്രോഗ്രാമിംഗ് നോളജ്, പ്രത്യേകിച്ച് ജാവ, J2E-ലൊക്കെ ഒരു ബേസിക് ധാരണ കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. UI ടെക്നോളജീസ്, ആംഗുലർ, റിയാക്ട് പോലെയുള്ളതൊക്കെ അറിയുന്നവർക്കായിരിക്കും പ്രിഫറൻസ് നൽകുക. നല്ല അനാലിറ്റിക്കൽ, ലോജിക്കൽ സ്കില്ല് കാണണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മാർക്ക് പെർസെൻറ്റേജ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള BE-BTech, MCAക്കാർക്കാണ് ഈ മനോരമ ഓൺലൈനിലെ ഈ സോഫ്റ്റ്വെയർ മേഖലയിലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയുക. 1 ഇയറോളം ഈ മനോരമ തന്നെ ഇവർക്ക് ട്രെയിനിങ് തരും എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ട്രെയിനി എന്ന അവസ്ഥയിലേക്കും ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. കണ്ടന്റ് പ്രൊഡ്യൂസേഴ്സിനെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഈ മനോരമ ഓൺലൈനിലൊക്കെ എഴുതാൻ താല്പര്യമുള്ളവർക്കാണ് ഈ ഒരു അവസരമുള്ളത്. ഇവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് ജേർണലിസത്തിൽ ഡിഗ്രി കഴിഞ്ഞവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസത്തിലോ മാസ് കമ്മ്യൂണിക്കേഷനിലോ ഒക്കെ ഡിപ്ലോമ ഉള്ളവർക്കുമായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും ഒക്കെ പൊതുവെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ കാണും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കോട്ടയത്തേക്കായിരിക്കും ഈ ഒരു ഹയറിംഗ് നടക്കുക. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ മലയാള മനോരമ ഓൺലൈനിൽ ലഭ്യമായിരിക്കുന്ന 2 മേഖലകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ആക്സിസ് ബാങ്കിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. 2 ലൊക്കേഷനിൽ വെച്ചിട്ട് ആക്സിസ് ബാങ്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുറേ തസ്തികകളിലേക്കാണ് ഹയറിംഗ്. അതുകൊണ്ട് തന്നെ ഒരു ജോബ് ഫെയർ എന്ന നിലയിലാണ് ഇവരിതിനെ വിശേഷിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള 30 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ ഒരു ആക്സിസ് ബാങ്കിലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് 2024 ഡിസംബർ 12-ാം തീയതി കൊല്ലം ജില്ലയിലെ ആയൂറുള്ള മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ ഒരു കോളേജിൽ വെച്ചിട്ടും, അതേപോലെ തന്നെ 18-ാം തീയതി ഡിസംബറിൽ കൊല്ലത്ത് തന്നെയുള്ള ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊരു എഞ്ചിനീയറിംഗ് കോളേജാണ്, ഇവിടെ വെച്ചിട്ടുമായിരിക്കും. അപ്പം 12-ാം തീയതി ആയൂരുള്ള MIT
അതേപോലെ 18-ാം തീയതി കൊല്ലത്തുള്ള ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം ആക്സിസ് ബാങ്കിലെ വിവിധ തസ്തികകളിലേക്ക് ഡിഗ്രിയുള്ള 30 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കുള്ള ഒരു ഹയറിംഗ് ഡ്രൈവാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഞാൻ മറ്റൊരു ബാങ്കിലെ അവസരം കൂടി ഒന്ന് സൂചിപ്പിക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു സബ്സിഡറിയാണ് SIB ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ്. ഇവരെ ടെലികോളർ അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന് വോക്ക് ഇൻ ഇന്റർവ്യൂ ഡിസംബർ 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക. അപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ് ഈ ലാംഗ്വേജ് ഒക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ അറിയാവുന്നവർക്ക്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക്, 30 വയസ്സിൽ താഴെയുള്ള ഫ്രഷേഴ്സിന് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും. അതേപോലെ തന്നെ EXL എന്ന് പറഞ്ഞാൽ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തനമുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് EXL എന്നുള്ളത്. ഇവർ അസോസിയേറ്റ് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. അതായത് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് വോയിസ് പ്രോസസ്സിലേക്കായിരിക്കും ഹയർ ചെയ്യുക. ഒരു ഇന്റർനാഷണൽ ഹയറിംഗ് ആണ്. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ 2 തരം BPOs ഉണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് ഉണ്ട്, ഒന്ന് ഇന്റർനാഷണൽ ഉണ്ട്. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അത് വോയിസ് പ്രോസസ്സാണ്, അതായത് ശബ്ദത്തിലൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം അങ്ങനെയുള്ള ജോലികൾ താല്പര്യമുള്ള ഡിഗ്രിക്കാർക്ക്, ഫ്രഷേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വർക്ക് ഫ്രം ഹോം ഓഫീസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നൈറ്റ് ഷിഫ്റ്റിലും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം കൊച്ചി ഇൻഫോ പാർക്കിലായിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഡിഗ്രിക്കാരെ, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡും 2 പൊസിഷനിലും ഡിഗ്രിക്കാരാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അതിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതിൽ പോയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അപ്പോൾ ഏതായാലും ഒരു 9 കമ്പനികളിലെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി ഓരോത്തിൻ്റെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ ജോബ്സ് ഒക്കെ തേടുന്നവരാണെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റ് ഉണ്ട്, jobsbridge.com, അത് സന്ദർശിക്കാം. അതല്ലേ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നടന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.